ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ രാവിലെ എണീറ്റ ഒരു ഫേസാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചേച്ചി വരത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി ഞാൻ കോഫിയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി കുടിച്ചു. ഇത് നാടൻ മുട്ടയാണ് കേട്ടോ, കുഞ്ഞു മുട്ടയാണ്, അതുകൊണ്ടാണ് കേട്ടോ 3 ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം റീൽസൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ കയറിയത്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഗോതമ്പൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പൂട്ട് കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ. അങ്ങനെ നനച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റീൽസൊക്കെ നോക്കാൻ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സവാളയ്ക്ക് അരിഞ്ഞെടുത്തു. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. എനിക്ക് ഇന്ന് കുക്ക് ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനുള്ള മടി കൊണ്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. ഞാൻ മിക്കപ്പോഴും പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, എങ്കിലും എപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഇതാ മുട്ടക്കറിക്കുള്ള കറി റെഡിയാക്കുവാണ് കേട്ടോ. സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇടികല്ലിട്ട് ഇടിച്ചാണ് കേട്ടോ എടുത്തത്. എനിക്കാണെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു വല്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ കഴിക്കാറുമില്ല കേട്ടോ. പക്ഷെ ഞാൻ അച്ചാറാണെങ്കിൽ കഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. പുട്ടും ഉണ്ടാക്കിട്ടോ. നമ്മുടെ ചിരട്ടപ്പുട്ടാണ് എൻ്റെ കയ്യിൽ. മറ്റേ സാധാ പുട്ടുകുറ്റി ഇല്ല കേട്ടോ, ഇതിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മുട്ടക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാവും കേട്ടോ. ഇപ്പം തന്നെ ഒരു 11 മണിക്ക് ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാത്രങ്ങളും കഴിച്ച പാത്രം കൂടി ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് കഴിക്കാനിരുന്നു. ഈ ഒരു ടൈമിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഞാൻ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. TV-യിൽ നോക്കിയിട്ട്, യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ TV-യിൽ നോക്കി എക്സസൈസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് കേട്ടോ എല്ലാം പ്ലാൻ ചെയ്തത്. കാരണം ഉച്ചയ്ക്ക് മുന്നേ പുറത്തിറങ്ങുവാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമാണ് പോകുന്നതെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫുഡും കൂടി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നോസ് പിൻ ചേഞ്ച് ചെയ്തു. എനിക്ക് 2-3 ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാറുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പോൾ അതാ നമ്മൾ പുറത്തു പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.